ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാരും കൂടെ പുറത്തേക്ക് പോവാണ്. ഞങ്ങൾ എല്ലാരും ഒന്നിച്ചു കൂടി, അതാദ്യം പറയണം. ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചു കൂടി. എന്നിട്ട് ഞങ്ങൾ പോകുന്ന എന്താ അറിയോ, ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് വിചാരിച്ച് ആഗ്രഹിച്ച ഒരു സംഭവത്തിനായി ഒരു കൺസേർട്ടിനാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. അതെ ഗൈസ്, ഞങ്ങൾ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു ഗാനമേള പോലും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു എന്താ പറയാ ഒരു പ്രോഗ്രാം കാണണം എന്നൊക്കെ ഉള്ളത്. അകത്തിന്റെ കൺസേർട്ടിനാണ് നമ്മൾ. അതിനു വേണ്ടി ഞങ്ങൾ 6 പേരും കൂടി ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാരും കാണുമോ? സല്ലുനിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ കാണാറില്ല. ജുനു അതാ അങ്ങനെ സത്യം പറഞ്ഞാൽ രാത്രിയാണ് കൺസേർട്ട്. 7 മണിക്കാണ് കൺസേർട്ട് തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി, കാരണം ഞങ്ങള് ഇപ്പൊ കുറെ കാലത്തിന് ശേഷമാണല്ലോ ഒരുമിച്ച് കൂടുന്നത്. അതെ, അപ്പൊ ഞങ്ങളൊന്ന് വെറുതെ ചില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ നമുക്ക് കൺസേർട്ട് ഒക്കെ കാണാൻ പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ എന്തായാലും ഞങ്ങൾ വിചാരിച്ചതിനും ലേറ്റ് ആയിട്ടുണ്ട്. അത് ഞങ്ങള് പതിവ് തെറ്റിച്ചിട്ടില്ല. അതെന്തായാലും ആ രീതിയിൽ തന്നെ 12 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയത്ത് 3:50. അതെ, ഇനി വേണം ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ പോവാണ്. ഇതൊരു രസമുള്ളൊരു ഞങ്ങളിങ്ങനെ ആടിപ്പാടി നടക്കുന്ന ഒരു വ്ളോഗ് ആയിരിക്കും. അതെ, ഞങ്ങൾ 3 പേരും കുർത്ത കെട്ടിട്ടാണ് 3 പേരും റെഡും ബ്ലാക്കും കോമ്പോയിലുള്ള ആ ഒരു തീമിലാണ്. അത് ഒരുപോലെ ആയി പോയതാണ്. ഞങ്ങൾ ആദ്യം 5 പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ബ്ലാക്ക് ഇട്ടാലോ. ആ സമയത്ത് ബ്ലാക്ക് ആയിട്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ എല്ലാരും എടുത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങള് അതിനൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. കാരണം ഷൂട്ടും എല്ലാം കൂടി ആയിട്ട് തീരെ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങള് എന്റെ സല്ലുവിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ശ്രീന്റെ ഡ്രസ്സ് അടിച്ചത് വാങ്ങിയത് തന്നെ. ഞാൻ പുതിയ വാങ്ങി വെച്ചിട്ടോ. ഞാനും അന്ന് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഈ ഡ്രസ്സ്? ആ ഡ്രസ്സുകളാണ്. ഇതാ ഷോളും. ഇതാ ഷോൾ. അതിനോട് ഞാൻ നല്ലൊരു അങ്ങനെ ആക്സിഡന്റലി നമ്മൾ എല്ലാരും സെയിം കളർ ആയി പോയതാണ്. ബോയ്സ് അതെ, എന്നാലും ഉണ്ട് യെല്ലോ, മെറൂണ്, ബ്ലാക്ക്, ആ ഒരു രീതിയിലാണ് ഉള്ളത്. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്തെത്തി. ഹൈലൈറ്റിലോട്ട് പോകാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നല്ല തിരക്കായിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ഹൈലൈറ്റിലേക്ക് പോവാൻ. അതെ, അപ്പോഴേക്കും ഞങ്ങൾ കൺസേർട്ടിന്റെ സമയം ഏകദേശം ആവും. അപ്പൊ ഇപ്പൊ റഹ്മത്തിലായിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക. ഓരോരുത്തർ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളൊക്കെ. അതെ, വലിയ ചർച്ചകളായാലും നമുക്ക് വലിയ താല്പര്യം. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു മൂലയിൽ മാറിയിരിക്കുന്നു. ഒരു പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി കൂടിയപ്പോൾ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട്, പിന്നെ പൊളിറ്റിക്സ് തന്നെ. അതെ, പിന്നെ ഇവിടെ കല്യാണത്തിന് കുറച്ച് ദിവസമല്ല മാസങ്ങളല്ലേ ഉള്ളൂ ഗൈസ്. അപ്പൊ അതുകൊണ്ട് അതെ, ഇനിയിപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ എവിടുന്ന് എങ്ങനെ തുടങ്ങണം. സംഭവം ലേറ്റ് ആയി തുടങ്ങാൻ. ഞങ്ങൾക്ക് തിരക്കൊണ്ട് തുടങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വൈബാക്കും. അതെ, പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ഓടി നടന്ന് എങ്ങനെയെങ്കിലും അത് ശടപടയെന്ന് ശരിയാക്കും. അതെ, അപ്പൊ അതിൻ്റെയൊക്കെ സംസാരത്തിലാണ് ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഓരോരുത്തർ ഫുഡൊക്കെ തീരുമാനിച്ചു. എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ഞാൻ എത്ര വെറൈറ്റി ആയിട്ട് നൈസ് പത്തിരി സ്റ്റൂ മാത്രം. എന്താണെന്നറിയോ, വീട്ടിൽ നിന്ന് ചോറ് തിന്നു. അതായത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉമ്മേൻ്റെ അടുത്ത് ചോറ് വാങ്ങി തന്നു. അപ്പൊ പിന്നെ നമുക്ക് വേറെ സ്ഥലം 2 പിടി ഞാൻ തിന്നു. പിന്നെ പുറത്തുനിന്ന് കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ചു ഞാൻ അധികം തിന്നില്ല. വീട്ടിലുള്ള ഞാൻ പോലും തിന്നിട്ടില്ല. ഉമ്മ നല്ല പരിപ്പ് കറിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി. ചിക്കൻ കറി മാത്രമാണ് കൂട്ടിയത്. ഞാൻ തിന്നാണ്ടോന്ന് ചോദിച്ചു. ഉമ്മ നല്ല ചോറും നല്ല ചിക്കൻ കറി ഇങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് ഒഴിച്ച് തന്നോടെ എനിക്ക് കഴിക്കാൻ അങ്ങോട്ട് ഇഷ്ടമായിപ്പോയി. അപ്പൊ ഞാൻ അത് ഫസ്റ്റ് കഴിച്ച് 2-3 പിടി ഓപ്പും കൊടുത്ത് വരുമ്പോ തന്നെ അവള് പറയുന്നത് എന്താ പറയുക, കാറിലിരുന്നിട്ട് ഉമ്മേന്റെ നല്ല മഞ്ഞക്കറിയോ ഒരു ചിക്കൻ പൊരിച്ചതോ പിന്നെ എന്തെങ്കിലും മോരും എല്ലാം കൂടി കൂട്ടിയിട്ട് തിന്നുന്നൊന്ന് ആലോചിച്ചത്. അങ്ങനെ ഞാൻ കുറച്ചിട്ടാ വന്നത്. സൂപ്പിൽ തുടങ്ങാല്ലേ? എന്ത് ബിസി ഷെഡ്യൂളിലാണ് സല്ലു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സല്ലു ഫുൾ ടൈം ഫോണിൽ. ഓനെ കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നുള്ള സമയം ഇപ്പൊ കിട്ടാറില്ല. ഞങ്ങൾക്ക് തന്നെ വല്ലപ്പോഴും സല്ലുവിന് കിട്ടാറുണ്ട്. അതെ, ഫുൾ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഞങ്ങൾക്ക് അത്ര സമയമൊന്നുമില്ല. നേരെ കൺസേർട്ടിന് പോകുന്ന ആ ഒരു ടൈമേ ഉള്ളൂ. 5:30 അവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോഴത്തേക്കും മാക്സിമം അവിടെ എത്തി നല്ല സീറ്റൊക്കെ ഇങ്ങനെ സെറ്റാക്കി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഹൈലൈറ്റ് എന്ന പ്ലെയിൻ ക്യാൻസൽ ചെയ്തിട്ട് നേരെ ലുലുവിലോട്ട് പോവാം. ഞങ്ങളത് എല്ലായിടത്തും കഴിഞ്ഞു. ഷാമി മാത്രം ഇങ്ങനെ ഇരിക്കുക.
അല്ലെങ്കിൽ മെല്ലെ തിന്നാ മതി. പക്ഷെ എല്ലാരും എണീറ്റ് പോയി. ലാസ്റ്റ് പാവം അവള് മാത്രമായി പോയി. ഞങ്ങള് ഫുഡ് വെച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ പൊരിഞ്ഞ മഴയായിരുന്നു. അറിഞ്ഞില്ല, മഴക്കാലം പോലെ നല്ല രസമാണ് കാണാൻ. കല്യാണത്തിന്റെ സമയത്ത് നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ഇനി അടുത്ത ഷാമിന്റെ കല്യാണത്തിന് ഇതേപോലെ നമ്മള് ഷോപ്പിങ്ങിന് പോകും. അതും മഴക്കാലം തന്നെ ആവാനാണ് ചാൻസ്. അതെ, അന്ന് പിന്നെ മഴ പെയ്യരുതേ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ട്. മഴക്കാലത്താണ് ഒരു മഴ മൂടിയ ഒരവസ്ഥയിലാണ് മൊത്തമുള്ളത്. കാറിൽ മൊത്തം വെള്ളമാണ്. ഞങ്ങള് ബ്ലോക്കിൽ പെട്ട് കിടക്കാണ്. ഞങ്ങള് വിചാരിച്ചു 5 മണിക്കൊക്കെ പോണെന്ന്. പക്ഷെ 5 മണിയൊക്കെ ആകുമ്പോ അവിടെ എത്തണം എന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പൊ തന്നെ 5:45. സമയത്ത് 5:45. ഇനിയിപ്പൊ അവിടെ പോകുന്ന നേരെ ഷോക്ക് കയറുന്നത് അതിനുള്ള സമയമുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനലി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ കൺസേർട്ട് കാണാൻ വേണ്ടിട്ട്. ഏകദേശം കുറെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞ സമയം എന്തായാലും ആയല്ലോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ കറക്റ്റ് സമയത്തിന് എത്തുന്നത്. അതെ, നല്ലൊരു വൈകുന്നേരമാണ് ഗൈസ്. അതെ, ചൂടില്ല, ചെറിയ മഴ, പക്ഷെ മഴേനെ കൊണ്ട് ബുദ്ധിമുട്ടും ഇല്ല. ഗൈസ്, നിങ്ങളോട് രണ്ടാളോടും കൂടെ ഗൈസിനെ വിളിക്കുന്നത്. എക്സൈറ്റഡ് ആണോ ഇത് കാണാന്? കാരണം ഈ പാട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തൊരു പാട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സന്ദർഭം ഒത്തിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. കാരണം അകം എന്നൊക്കെ പറഞ്ഞൊരു ബാൻഡിനെ നേരിട്ട് ഒരു പാട്ട് കേട്ട് ആസ്വദിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അതെ, എനിക്ക് ഇപ്പോഴാ ശ്രീരാഗമാണ് എന്റെ മൈൻഡിൽ വരിക. എനിക്ക് ഇതേ അവസ്ഥയാണ്. അതെ, ശരിക്കും നമ്മളിങ്ങനെ എന്താ പറയാ, അല്ലാതെ കേട്ടിട്ടുള്ള ഇങ്ങനെ ഫോണില് യൂട്യൂബിലൊക്കെ കേൾക്കുന്നല്ലാണ്ട് നേരിട്ട് എക്സ്പീരിയൻസ്, അതായത് ഓർക്കസ്ട്രേന്റെ കൂടെയാണ് ഒരു ലൈവായിട്ടുള്ളത്. ഞാനെന്ന് പറഞ്ഞാല് ഗൈസ്, എനിക്ക് ആ ഒരു എന്താ ക്വാളിറ്റിയോടെ ലൈവായിട്ട് മ്യൂസിക് കേൾക്കാന്നുള്ള എനിക്ക് ശരിക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ BTS കൺസേർട്ടും അങ്ങനത്തെ ഒക്കെ നമ്മൾ എയിം ചെയ്തിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇവിടെ മലയാളത്തിൽ എന്തായാലും ഒരു കൺസേർട്ട് കാണുക വെച്ചാൽ അതും ഞങ്ങൾ ഭയങ്കര ആഗ്രഹം. അപ്പൊ ആദ്യം ഇവിടെ ഇതൊരു നല്ല തുടക്കമാവട്ടെ. സൺസെറ്റ് കാണിക്കാൻ പോയതായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് കേസ്, നല്ല അടിപൊളി സൺസെറ്റ്. ഒരു കണ്ടോ, കാർമേഘം മൂടിയിട്ടുള്ള ഒരു മൊത്തം. എന്ത് രസമാണ് കാണാന്. എല്ലാരും റെഡി അല്ലേ? ഭയങ്കര, ഞാൻ സത്യം പറഞ്ഞാല് ഒരു ടിക്കറ്റ് എടുത്ത അന്ന് മുതൽ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ ദിവസത്തിന് വേണ്ടി ഇങ്ങനെ 9-ാം തീയതി എന്താ ആവാത്ത വെച്ചാൽ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത്ര എക്സൈറ്റഡ് എന്താണ് പറയൂ. ഒന്നൊന്ന് എത്തി നോക്കിയതാണ് ഇതിലേക്ക്. എങ്ങനെയാണ് സെറ്റപ്പ്, അറേഞ്ച്മെന്റ്സ് ഒക്കെ. എല്ലാരും അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കട്ടോ. സ്കൈ നോക്കി നല്ല രസമുണ്ട്. ഏകദേശം ഇപ്പൊ സമയത്ത് കഴിഞ്ഞോ? ഇപ്പൊ സമയം 6:26. 7 മണിക്ക് 25 7 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് കൺസേർട്ട് നടക്കുന്നത്. ഞങ്ങളിതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എക്സൈറ്റഡ് ആണോ? ഹായ്. പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഫുള്ളായിരിക്കുന്നു തോന്നുന്നത്. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. മഴ പെയ്തോ തണുപ്പുണ്ടാവും വിചാരിച്ചു, പക്ഷെ നല്ല ചൂടുണ്ട്. നമ്മളെ പ്രോഗ്രാം തുടങ്ങാനായിട്ടോ. ലൈറ്റൊക്കെ സെറ്റ്. കോഴിക്കോട് വരാനൊരു അവസരം കിട്ടുന്നത് നിങ്ങളൊക്കെ കണ്ടതിൽ വലിയ സന്തോഷം. എൻ്റെ പൊസിഷൻ കുറച്ച് പുറകിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുമ്പോട്ട് വരാം. കാരണം ലൈറ്റൊക്കെ അവിടെ ഫോക്കസ്ഡ് ആണ്. But thank you so much. It's a big honor to be here. ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യുന്നു ഗൈസ്. എന്താ പറയാ, വേറൊരു ലോകത്തേനും. ഒരു 2-3 നമ്മളിത് കാണുന്നുള്ളൂ, നേരിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. നമ്മള് യൂട്യൂബിൽ ഓരോ വീഡിയോ ആയിട്ടും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ കണ്ട എക്സാക്ട് സാധനം നേരിട്ട് അത്രയും സൗണ്ട് ക്വാളിറ്റിയിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ സൗണ്ട് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കേൾക്കുന്ന ആ
ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പാട്ട് പാടാനൊക്കെ. പാട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല മഴയാണ്, പെരും മഴ. പ്രോഗ്രാം കഴിയാൻ ലാസ്റ്റ് 5 മിനിറ്റുള്ള സമയത്ത് മഴ മഴ പെയ്ത് ഞങ്ങള് മഴ കിട്ടാത്ത ഭാഗത്തായിരുന്നു. ഞങ്ങളിന്ന് ബീച്ചിലേക്ക് ഇപ്പൊ രാത്രി ഇറങ്ങിയതാണ് കഴിച്ച് ഒന്ന് കാണാൻ വേണ്ടിട്ട്. പക്ഷെ അപ്പത്തേക്കും നല്ല മഴ പെയ്ത് ഇനി ഒരു രക്ഷയില്ല. ഇനി നമ്മള് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴെങ്കിലും ഒരു തവണെങ്കിലും അവസരം കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒരു കൺസേർട്ട് പോയി കാണണം. അതെ, അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആ റിയൽ ആ സൗണ്ട് ക്വാളിറ്റിയിൽ ഞങ്ങൾ തന്നു. ബാക്കികൾ പോയിക്കോളും. സംഭവം ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്തായാലും ഈ ഒരു കൺസേർട്ട് നിങ്ങൾ പോയാലും ബാക്കിയുള്ള നിങ്ങൾ താനെ പോയിക്കോളും. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ട്. കാടില്ല അത് ഞങ്ങൾ അങ്ങോട്ട് തന്നെ നോക്കി. ഇപ്പൊ ഞങ്ങൾ നേരെ മുന്നിലുള്ള പാരകളാണ്, നമുക്ക് കേറിയാലോ. വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മെയിൻ ഫുഡ് തന്നെ. ഞങ്ങള് ഫുഡ് കഴിക്കുന്നു, നേരെ കൺസേർട്ട് കാണുന്നു, അവിടുന്ന് വരുന്നു, ഫുഡ് കഴിക്കുന്നു. അതെ, കാര്യം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാര്യം നേരത്തെ മഴയൊക്കെ പെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാന്നുള്ള പ്ലാന് ഒഴിവാക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ കുറെ പ്ലാൻ ഉണ്ടെങ്കിലും ഹൈലൈറ്റ് പോകണം, പറ്റാണെങ്കിൽ ഒരു സിനിമ കാണണം, പിന്നെ നമുക്ക് മൈക്കിൾ കാണാനുണ്ട്. അതെന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് പറ്റാന്നറിയില്ല, കിട്ടിയ സമയത്ത് ഞങ്ങൾ പോകും. അതെ, അതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അതൊക്കെ ഇന്നത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞങ്ങൾ ഇറങ്ങാൻ. അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ കുറച്ച് ലഘുവാക്കി. അതെ, വളരെ ലഘുവാണ്. പുട്ട്, അപ്പം, അത് ഓരോരുത്തര്. അതെ, അല്ലാതെ മാത്രമേ അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ നേരെ കൺസേർട്ടിന് പോയിരുന്നല്ലോ, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും വേണം തോന്നുന്നില്ല. പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള സന്തോഷം അതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. നമ്മളിപ്പോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു പാട്ട് എങ്ങനെ ഇതിൽ ഫോണിൽ കേൾക്കുന്ന ടി വിയിൽ കാണും, അതിനേക്കാൾ എത്രയോ അടിപൊളിയാണ് നേരിട്ടിട്ട്. കാര്യം പറയാനുള്ളത് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് സ്റ്റെക്കപ്പ്, പെട്ടെന്ന് നിൽക്കും, എന്നിട്ട് ഓഡിയൻസിനോട് സംസാരിക്കും, പിന്നെയും അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് ഓഡിയൻസിന് ഒരു രസം, അപ്പൊ ഓഡിയൻസിന് രസം. പക്ഷെ അതേ ലെവലിൽ തന്നെ സമ്മതിച്ചു നോക്കുക. എന്ത് പറയുന്നത്, ഇങ്ങനെ മെസ്മറൈസ്ഡ് ആയി എല്ലാം മറന്നിരിക്കും. വീഡിയോ ഒന്നും ഓനായിട്ട് വീഡിയോ ഒന്നും ഓൻ എടുക്കണ്ട, കാരണം ഓനെ കണ്ടാൽ മതി. അപ്പം വീഡിയോ നോക്കാൻ ഞാനായിരുന്നു ഇങ്ങനെ ഫുള്ള് എടുത്തോണ്ടിരുന്നത്. കാരണം എനിക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടും ആ ഒരു ക്വാളിറ്റി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്നറിയാൻ വേണ്ടി എനിക്ക് അവന് മമ്മിക്ക് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് റെക്കോർഡ് ചെയ്തു. പിന്നെ ഒരുമിച്ച് പാടുന്ന സെഷൻ മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഗൈസ്, ഞാൻ അപ്പാണ് വാങ്ങിയത്. ഇത് ചെമ്മീനാണ് കേട്ടോ. ജുൻക്ക് അതിൻ്റെ ജിഞ്ചർ ചിക്കനും പിന്നെ നാനും വാങ്ങിയത്. പ്രോൺസ് തവ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തിക്കണല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ കാക്ക പ്രോൺസാ അല്ല തവ സ്ക്വിഡും പൊറോട്ടയും. പക്ഷെ പൊറോട്ട അല്ല, ഈ വെള്ളപ്പം എൻ്റെ തല അടിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൈയിട്ട് വരുന്നുണ്ട്. നമുക്ക് കഴിക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഞങ്ങളുടെ ഫസ്റ്റ് കൺസേർട്ട് ചെയ്യുന്നു. അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്തു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ തെണ്ടിത്തിരിയലും അത്ര തെണ്ടിയിട്ടൊന്നുമില്ല, നല്ല ഫുഡ് അടി പറ്റില്ല. അത് പിന്നെ നാളെ ഞങ്ങൾ തീർക്കുന്നതായിരിക്കും. നടക്കുമെന്നറിയില്ല, എന്നാലും നോക്കാം. ഇനിയിപ്പോ കല്യാണത്തിന്റെ പർച്ചേസിംഗ് ഒക്കെ ഇറങ്ങാറായി എല്ലാരും കൂടെ. പിന്നെ നാളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വിജയന്റെ സത്യപ്രതിജ്ഞയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞു വ്ലോഗ് ആയിരുന്നു ഗൈസ്. ഞങ്ങളുടെ ഒരു ഡേ ഔട്ട്, ചെറിയൊരു സന്തോഷം. ഞങ്ങളുടെ ഫസ്റ്റ് കൺസേർട്ട്, അത് അടിപൊളി കൺസേർട്ട് ആയിരുന്നു ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരും.